കേരളത്തിൽ ഇതുവരെ ഇടത് വലത് മുന്നണികളാണ് മാറി മാറി ഭരിച്ചിരുന്നത്. കേരളം നിങ്ങൾക്കൊരു അവസരം തന്നു. അത് തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചുമതല ഭരണമായിരുന്നു. പൊങ്കാല കഴിഞ്ഞു, 5 ദിവസമായി. ഇവിടെ തോറ്റുപോയൊരു CPM-ന്റെ കൗൺസിലർ ഇന്ന് ഫേസ്ബുക്കിലിട്ട ഒരു ദൃശ്യമുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കാം. നേരം CPM ഏരിയ സെക്രട്ടറി മുന്നിൽ ഈ പരാതി എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പാളയം തമ്പാനൂർ ലോക്കൽ കമ്മിറ്റിയിലെ സഹാക്കൾ ശ്രീ TP ജയചന്ദ്രൻ, ഇത് പൊങ്കാല കഴിഞ്ഞ 5-ാം നാൾ CPM-ന്റെ തോറ്റുപോയ ഒരു പ്രതിനിധി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയത്? സത്യമാണോ ഈ പറയുന്നത്? അല്ല, മാതൃഭൂമിയുടെ ലേഖകന്മാർ ഇത് കണ്ടില്ലേ? എന്താ ഇത്ര പരിതാപകരമാണോ? തിരുവനന്തപുരം നഗരത്തിലെ മാതൃഭൂമിയുടെ ക്യാമറാമാനും ലേഖകന്മാരും ഒക്കെ ഇങ്ങനെ തോറ്റുപോയ ഒരു CPM-കാരൻ നേരത്തെ എടുത്തു വെച്ച ഒരു ചിത്രം എടുത്ത് പ്രസിദ്ധീകരിക്കേണ്ട ഗതികേടിലാണോ മാതൃഭൂമിയെ പോലെ? നേരത്തെ എടുത്തു വെച്ച ചിത്രമാണോ എന്ന് എനിക്കറിയില്ല. നേരത്തെ എടുത്തു വെച്ച ചിത്രമാണോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമി കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി പൊങ്കാല കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണിയോടുകൂടി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ പറഞ്ഞത് ഇനി അവർ കൊണ്ടുപോയി ഇട്ടു എന്നതാണ് താങ്കളുടെ ആരോപണമെങ്കിൽ അതിന് എനിക്ക് ഉത്തരമില്ല കേട്ടോ. അതെനിക്കറിയില്ല. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി പൊങ്കാല കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണിയോടുകൂടി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ട് സാധാരണ രീതിയിൽ ആദ്യത്തെ ദിവസം അതായത് പൊങ്കാല കഴിഞ്ഞ 3-3:30 ഇവിടെ നിന്ന് ആളുകൾ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോകും. അത് കഴിഞ്ഞ് അന്ന് രാത്രിയോടുകൂടി സിറ്റി ക്ലീൻ ആണ്, അനന്തപുരി ക്ലീൻ ആണ്. ഞാൻ ഇവിടെ 8 വർഷമായി ജീവിക്കുന്നു, താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. എനിക്കറിയില്ലേ, കണ്ടിട്ട്. പക്ഷെ ഇന്ന് അവിടെ ഇന്നത്തെ സ്ഥിതി അതല്ല. അത് എന്റെ മുമ്പിലുള്ള ബോധ്യമാണ്. അതിനെനിക്ക് CPM-നെ തോറ്റ പ്രതിനിധിയുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ ആവശ്യമില്ല. ക്ലീൻ അല്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ക്ലീൻ എടുക്കാൻ ഇനിയും ആവശ്യമില്ല. പിന്നെ അതിന്റെ ബേസിലല്ലോ ഞാൻ ആര്യോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ആര്യ സോറ്റ CPM-ന്റെ പ്രതിനിധി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെ പരാജയപ്പെടുത്തിയാണോ അധികാരത്തിൽ വന്നത്? അവരൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കത് ചോദിച്ചുകൂടെ? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. തീർച്ചയായിട്ടും ആര്യ അതിന്റെ രാഷ്ട്രീയ ആരോപണമാണ്. അന്നേ ദിവസം പുലർച്ചെ 2:12 ഒന്നെടുത്ത് നോക്കൂ VV രാജേഷിന്റെ FB പോസ്റ്റ്. ഇതേ ആര്യക്ക് എന്താ അത് കാണാതെ പോയത്? അന്ന് രാത്രി തന്നെ ആ തിരുവനന്തപുരം നഗരം വൃത്തിയാക്കിയതിന്റെ, തന്റെ സഹപ്രവർത്തകരോടൊപ്പം ആക്കിയതിന്റെ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഇല്ലേ? നിങ്ങൾ രണ്ടിനെയും രാഷ്ട്രീയമായി കണ്ടോളൂ. VV രാജേഷിന്റെ പോസ്റ്റിനെയും ഇതിനെയും കണ്ടോളൂ. പകരം മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറുടെ ഒരു എവിഡൻസ് ആയിട്ട് ആര്യ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വിശ്വാസമാകുമായിരുന്നു. തോറ്റ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ അധികാര നഷ്ടം മനോവിഭ്രാന്തി തീർക്കാൻ, എന്തൊക്കെയോ കരഞ്ഞു തീർക്കാൻ ഇടുന്ന പോസ്റ്റുകൾ എടുത്ത് അത് ആധികാരികമെന്ന മട്ടിൽ നമ്മൾ പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പകരം കേരളത്തിലെ മാധ്യമങ്ങൾ അടങ്ങിയിരിക്കുമോ ആര്യ? BJP-യുടെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചാൽ ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, അടങ്ങിയിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ DYFI-യും CPM-ഉം ഇത് ക്ലീൻ ആക്കാൻ ഇറങ്ങുമെന്നത് A റഹീമും മുതലുള്ള നേതാക്കൾ ഇങ്ങോട്ട് പറയുകയാണ്. ആ പറയാനുള്ള അവസരം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്, അങ്ങനെ എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. A റഹീമും കൂട്ടാളികളും കേരളത്തിലെ ആസ്പത്രിയും സ്കൂളും കേരളത്തിലെ ഖജനാവും ഒക്കെ നന്നാക്കാൻ പറ. റഹീമിന്റെ പാർട്ടിയുടെ അതൊക്കെ നമ്മൾ ഭംഗിയായി കാണുന്നില്ലേ? അതൊക്കെ ഒന്ന് നന്നാക്കിക്കോട്ടെ ഇവര്. കോർപ്പറേഷൻ ഏതായാലും ഭരിക്കാൻ BJP-യുടെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ BJP-ക്ക് ഒപ്പമാണ്. കൗണ്ടർ പ്രചരണം അവർ നടത്തും, ജനം പുച്ഛിച്ചു തള്ളും. കാരണം ഒരു കാര്യം കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.